ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ടോ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പൊളി ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സോയ ചങ്ക്സ് ഫ്രൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം സോയാബീൻ എടുത്തിട്ട് അത് കവർ ചെയ്യാൻ പാകത്തിനുള്ള വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് അരമണിക്കൂർ നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീൻ അരമണിക്കൂറിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ പോക്കിയതിന് ശേഷം ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ മസാല പുരട്ടി കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് യോഗേർട്ട്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ഓപ്ഷണലാണ്, ഇട്ടാലൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ അവസാനമായിട്ട് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന് അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിലൊട്ടും വാട്ടർ ഇല്ലാത്ത രീതിയിലാണെങ്കിൽ അല്പം വാട്ടറും കൂടെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ വാട്ടറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷമുള്ള സോയാബീൻ്റെ മസാലയാണിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പാനിനനുസരിച്ചുള്ള ഡീപ്പ് ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ എടുക്കുക. അതിലേക്ക് നല്ല ചൂടായ എണ്ണയിലോട്ട് നമ്മളിത് സോയ ചങ്ക്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാൽ മതി. ഞാനിവിടുത്തെ 2 ബാച്ചായിട്ടാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോൾ ബ്രൗൺ ആയിട്ട് വരുന്ന സമയത്ത് ഇതിനെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കുക, അല്ലെങ്കിൽ ഉള്ളി വേവാതെ വരും. അപ്പോൾ ഇത് ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഒരു ഫൈനൽ സ്റ്റേജിലെത്തുന്ന സമയത്ത് ഇതിലോട്ട് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇത് ഒന്നും കൂടെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിന് ഒരു സ്റ്റെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. ആ ഓയിലൊക്കെ ഒന്ന് ഡ്രൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇപ്പം ഞാൻ അടുത്ത ബാച്ചും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾ ഓരോ ബാച്ചുകളായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ വെജിറ്റേറിയൻസിനൊക്കെ ബീഫൊക്കെ മാറ്റി വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.